ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് പുതിയൊരു മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സാണ്. സെൻട്രൽ ഫോഴ്സ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. സോ എന്താണ് സെൻട്രൽ ഫോഴ്സ്? ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് സെൻട്രൽ ഫോഴ്സ് എന്നുള്ളതാണ്. വി നോ ദാറ്റ് ഇഫ് എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഇൻ സച്ച് എ വേ ദാറ്റ് it is always directed towards or away from a fixed point and whose magnitude depends only on the distance from the point, such a force is called a central force. So we are familiar with the definition of central force. I'll write it again. If a force acts on a particle, a force is acting on a particle in such a way that it is always directed towards or away from a fixed point, and whose magnitude depends only on the distance from the fixed point. That is only on the distance. That is a distance we represent it as r from the fixed point. Then it is called a central force. ഓക്കെ, അതായത് സെൻട്രൽ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ടുവേർഡ്സ് ഓർ എവേ ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. സോ ഈ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്കൊരു സെൻട്രൽ ഫോഴ്സിനെ, സപ്പോസ് ഞാൻ സെൻട്രൽ ഫോഴ്സിനെ ക്യാപിറ്റൽ എഫ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സം എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് എഴുതാം. സോ ദിസ് ഈസ് എ വെക്റ്റർ ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ്. ആർ ക്യാപ്പ് ഈസ് ദി യൂണിറ്റ് വെക്റ്റർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ആർ. ഓക്കെ, where this r cap is a unit vector, that is it is vector r divided by modulus of r ആണ്. Then we should say this is the central force. ഓക്കെ, ഇനി നമ്മൾ സെൻട്രൽ ഫോഴ്സിനെ പറ്റി പറയുമ്പോൾ ഈ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആവാം. സോ യൂഷ്വലി നമ്മളൊരു ഫോഴ്സ് അട്രാക്റ്റീവ് ആണോ അതുപോലെ തന്നെ റിപ്പൾസീവ് ആണോ എന്ന് പറയുക ഈ ഫോഴ്സിൻ്റെ സൈൻ വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ഇഫ് ദിസ് എഫ് ഓഫ് ആർ ഈസ് ലെസ് ദാൻ 0, then we should say the force is attractive. And if this f of r is greater than 0, we should say the force is repulsive. So ഫോഴ്സിൻ്റെ സൈൻ അനുസരിച്ച് അത് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ജനറലി നമ്മളിപ്പോൾ പറഞ്ഞു ഈ സെൻട്രൽ ഫോഴ്സിനെ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. ഇതിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ എന്നുള്ളത് ഇതിൻ്റെ സൈൻ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇങ്ങനെയാണെങ്കിൽ this central force F is equal to F of R into R cap എന്ന ഫോമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ വാട്ട് ഈസ് ടോർക്ക്? ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ടോർക്ക് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻ്റം ആണ്. ദാറ്റ് ഈസ് ഡി ജെ ബൈ ഡി ടി ആണ്. ഓൾസോ വി നോ ദാറ്റ് ദിസ് ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ഹിയർ
എഫ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് ആണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്രോസ് ആർ ക്യാപ്പ് എന്ന് വരും. But we know that this r cross r cap is 0 since both have same direction. So here this torque is equal to dj by dt is equal to 0. If dj by dt is equal to 0, we can say that j is equal to a constant. That is, if a particle is moving under a central force or moving under the action of a central force, then its total angular momentum is conserved. So when a particle moves under central force, then its total angular momentum remains conserved. Okay, so ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് അണ്ടർ സെൻട്രൽ ഫോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇനി വി നോ ദാറ്റ് ആംഗുലാർ മൊമെൻറ്റം ജെ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ജെ ഈസ് ആർ ക്രോസ് പി. സോ ഇഫ് ഐ എം ടേക്കിംഗ് ഡോട്ട് പ്രൊഡക്റ്റ് of r and j, that is suppose we are taking r dot j, then this will be r dot r cross p, or this can be written as r cross r dot p. ഇത് നമുക്കറിയാം ദിസ് ഇസ് സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ്. സോ നമുക്ക് ഈ രീതിയിൽ ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, ഡോട്ട് ആൻഡ് ക്രോസ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. So this is r cross r dot p. Again r cross r is 0. So this will be 0. അപ്പോൾ r dot j 0 ആണെന്നാണ് കിട്ടിയത്. r dot j 0 ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം r ആൻഡ് j ആർ പെർപെൻഡിക്കുലർ എന്നുള്ളതാണ്. രണ്ട് പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് നമുക്കറിയാം. സോ ആറും ജെയും പെർപെൻഡിക്കുലർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ജെയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വസ്തു, ഒരു പാർട്ടിക്കിള് ഒരു റൊട്ടേഷണൽ മോഷൻ നടത്തുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ മോഷൻ നടക്കുന്ന ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ജെയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർ ഡോട്ട് ജെ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്: ദ മോഷൻ ടേക്സ് പ്ലേസ് ഇൻ എ പ്ലെയിൻ ഫോർ എ സെൻട്രൽ ഫോഴ്സ്. അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ആ പ്ലെയിനിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സപ്പോസ് ഒരു റൊട്ടേഷണൽ മോഷൻ നടക്കുന്നു, ഈ രീതിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത് വിചാരിക്കും. ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഈ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ ഇവിടുത്തെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദി സോ കോൾഡ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഈ പ്ലെയിനിലാണ്. സോ ദിസ് ഡയറക്ഷൻ ഓഫ് R and J will be perpendicular. So ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ആ പ്ലെയിനിലായിരിക്കും എന്നുള്ളതാണ്. കാരണം പാർട്ടിക്കിൾ ഈ പ്ലെയിനിൽ മാത്രമേ മൂവ് ചെയ്താൽ മാത്രമേ എപ്പോഴും എന്താവത്തുള്ളൂ, ആറും ജെയും പെർപെൻഡിക്കുലർ ആവത്തുള്ളൂ. സോ സിൻസ് r dot j is equal to 0, we know that r and j are perpendicular. Therefore we should say that the particle will always move in that plane, so that this r dot j is equal to 0. അപ്പോൾ പാർട്ടിക്കിൾ എപ്പോഴും ആ പ്ലെയിനിൽ തന്നെ ആയിരിക്കും മൂവ് ചെയ്യുക ഇഫ് ദ ഫോഴ്സ് ആക്ടിങ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. ഓക്കെ, നൗ ഇനി നമ്മൾ സാധാരണഗതിയിൽ സെൻട്രൽ ഫോഴ്സിനെ നമ്മൾ മാത്തമാറ്റിക്കലി ഒരു എക്സ്പ്രഷനായിട്ട് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ദി സെൻട്രൽ ഫോഴ്സ് ഈസ് റെപ്രസെൻറ്റഡ് ആസ്, generally we represent central force as this f of r is equal to some minus k divided by r raised to n. ഈ ഫോമിലാണ് സെൻട്രൽ ഫോഴ്സിനെ ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി nth പവർ ഓഫ് r എന്നുള്ളതാണ്. ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു nth പവർ ഓഫ് r. ഹിയർ k ആൻഡ് n ആർ സം കോൺസ്റ്റൻസ്. സിറ്റുവേഷൻ അനുസരിച്ച് ഈ കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂ വേരി ചെയ്യും.
and generally we represent central force like this, and this is called nth power law of force. Nth power law of force. Okay. Now നമ്മൾ നേരത്തെ പറഞ്ഞു ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈ എഫ് ഓഫ് ആർ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എഫ് ഓഫ് ആർ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ റൈസ് ടു എൻ എന്ന് എഴുതുമ്പോൾ ഫോഴ്സ് നെഗറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫോഴ്സ് ലെസ് ദാൻ സീറോ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം. കെ ഇവിടെ ഈ കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇതുപോലെ തന്നെ നെഗറ്റീവായിട്ട് നിൽക്കും. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ഇഫ് കെ ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ആണെന്ന് പറയും. അതുപോലെ തന്നെ ഇഫ് കെ ഈസ് ലെസ് ദാൻ സീറോ, കെ ലെസ് ദാൻ സീറോ ആയിക്കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആവും. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഈ നെഗറ്റീവ് കൂടെ പോസിറ്റീവ് ആവും. ദാറ്റ് ഈസ് ഫോഴ്സ് പോസിറ്റീവ് ആവും. ആൻഡ് വി ഷുഡ് സേ ദാറ്റ് ഫോഴ്സ് ഈസ് റിപ്പൾസീവ്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് ആർ ഗ്രേറ്റർ ദാൻ സീറോ മീൻസ് ഫോഴ്സ് ഈസ് റിപ്പൾസീവ്. ദാറ്റ് ഈസ് കെ ലെസ് ദാൻ സീറോ ആയാൽ ഫോഴ്സ് പോസിറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആകുമെന്ന് പറയാം. ഇനി മറ്റൊരു കാര്യം, സെൻട്രൽ ഫോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. സെൻട്രൽ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. സോ ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത, ഇഫ് എ ഫോഴ്സ് ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ് വി ക്യാൻ റൈറ്റ് ഫോഴ്സ് ആസ് ദി നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് എന്ത് തരത്തിലുള്ള ഫോഴ്സിന് മാത്രമാണ്? ഫോർ ദ കൺസർവേറ്റീവ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഇറ്റ് ഈസ് സിംപ്ലി ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഡെൽ ക്രോസ് എഫ് സീറോ ആയതുകൊണ്ടാണ് എഫിനെ നമുക്ക് മൈനസ് ഡെൽ യു എന്ന് എഴുതാൻ വേണ്ടി പറ്റുന്നത്. ഓർ ഹിയർ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ആംഗിളുകളെയോ അങ്ങനെയുള്ള കാര്യങ്ങളെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് സെൻട്രൽ ഫോഴ്സ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഡിസ്റ്റൻസ്. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു ഡിവൈഡഡ് ബൈ ഡി ആർ ആണെന്ന് എഴുതാം. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ ഫോഴ്സിനെ നമ്മൾ സാധാരണ മൈനസ് കെ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു എൻ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. So if f is equal to minus du by dr is equal to minus k by r raised to n, what is u? That is u of r എന്ന് പറയുന്നത് നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ എനർജിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് കിട്ടുന്നത്. സോ വി ക്യാൻ ഗെറ്റ് യു ബൈ ഇൻ്റഗ്രേറ്റിംഗ് ഫോഴ്സ്. ദാറ്റ് ഈസ് യു ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻഫിനിറ്റി ടു ആർ. ഇൻഫിനിറ്റിയിൽ നിന്നും ആർ എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് ഒരു പാർട്ടിക്കിളിനെ എത്തിക്കാൻ ചെയ്യേണ്ട വർക്കായിരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ദിസ് മൈനസ് കെ ബൈ ആർ റേസ് ടു എൻ ഡി ആർ എന്ന് എഴുതാം. ഓർ ദിസ് ഈസ് ഈക്വൽ ടു, ഈ മൈനസും മൈനസും കൂടി പ്ലസ് ആവും, ഈ കെയെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇൻ്റഗ്രലിൻ്റെ ഇൻഫിനിറ്റി ടു ആർ ദിസ് ഈസ് 1 by r raised to n, that is this can be written as r raised to minus n dr, or this is equal to k into r raised to minus n നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r raised to minus n plus 1 divided by minus n plus 1 from infinity to r എന്ന് വരും. or this is ഇവിടുന്ന് ഒരു മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുത്താൽ this is minus k divided by n minus 1 into ഇവിടെ ഉള്ളത് ന്യൂമറേറ്ററിൽ r raised to minus n plus 1 ആണ്. അതിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് മാറ്റിയാൽ 1 by r raised to n minus 1 ഫ്രം ഇൻഫിനിറ്റി ടു ആർ എന്ന് വരും. ഓക്കെ, സോ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് 6 കൊടുക്കുന്നു, ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടേം 0 ആയി പോകും. ദാറ്റ് ഈസ് ദിസ് ഈസ് സിംപ്ലി മൈനസ് കെ ബൈ എൻ മൈനസ് 1 ഇൻറ്റു 1 ബൈ ആർ റേസ് ടു എൻ മൈനസ് 1 എന്ന് വരും. ആൻഡ് ദിസ് ഈസ് യു ഓഫ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ആറിനെ നമ്മൾ മൈനസ് കെ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു എൻ എന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് കെ ബൈ എൻ മൈനസ് 1 ഇൻറ്റു 1 ബൈ ആർ റേസ് ടു എൻ മൈനസ് 1 എന്നും റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഇതിൽ നമ്മൾ ചില പർട്ടിക്കുലർ കേസുകൾ നമ്മൾ എടുക്കുകയാണ്. അതായത്
ഇവിടുത്തെ കെയുടെയും എന്നിൻ്റെയും വാല്യൂ ദേ ആർ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഡിഫറെൻറ്റ് കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, കേസ് 1 എന്ന് പറയുന്നത്, സപ്പോസ് n ഈസ് ഈക്വൽ ടു -1ഉം അതുപോലെ തന്നെ k ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ n ഈക്വൽ ടു -1 വന്നാൽ നമുക്കറിയാം ഇവിടെ ഫോഴ്സ് എന്ത് വരും? ഇറ്റ് ഈസ് -k ഡിവൈഡഡ് ബൈ r റേസ് ടു -1. r റേസ് ടു -1നെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് -kr. f ഓഫ് r ഈസ് ഈക്വൽ ടു -kr. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഇവിടെ u ഓഫ് r എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അഗെയിൻ -k ഡിവൈഡഡ് ബൈ n ഈസ് -1. സോ -1 ഈസ് -2. 1 by r raised to -1 that is this is -2. So this is k by 2 r square എന്ന് വരും. ഓക്കെ, k by 2 r square. ഈ ഫോഴ്സ് നമുക്ക് പരിചയമുള്ളതാണ്. ഇത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇൻ ദ കേസ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത് -kx ആണെന്ന് പറയും, അല്ലെങ്കിൽ -kr ആണെന്ന് പറയും. അതുപോലെ തന്നെ ആ കേസിൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½ kx² ഓർ 1/2 kr² എന്നാണ് പറയുക. സോ സാധാരണ ദാറ്റ് ഇസ് അഗെയിൻ എ സെൻട്രൽ ഫോഴ്സ്. F = -kx എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോഴ്സ് അഗെയിൻ സെൻട്രൽ ഫോഴ്സാണ്. നിങ്ങൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മോഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലുള്ള ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെൻട്രൽ ഫോഴ്സ് ആണ്. ജനറൽ ഇതൊരു എഫ് ഓഫ് ആർ ഇസിക്കൽ -k by r raised to n എന്ന് പറയുന്നത് പലതരത്തിലുള്ള സെൻട്രൽ ഫോഴ്സുകളുണ്ട്. അതിൻ്റെ ഒരു ജനറൽ റെപ്രസെൻറ്റേഷനാണ്. ഇതൊരു പർട്ടിക്കുലർ കേസാണ് നമ്മൾ പറഞ്ഞത്. n ഈക്വൽ ടു -1ഉം k ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് ആർ ഇസിക്കൽ ടു -kr പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് k by 2 r² ഓർ ½ kr² ആണ്. ആൻഡ് അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ കേസാണ് നമ്മൾ പറഞ്ഞത് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. Okay, now we are discussing a second case, that is suppose n is equal to 2 ആണെന്ന് വിചാരിക്കും. ഓക്കെ, k എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. k മേ ബി പോസിറ്റീവ് ഓർ മേ ബി നെഗറ്റീവ്. k മേ ബി പോസിറ്റീവ് ഓർ മേ ബി നെഗറ്റീവ്. ഓക്കെ, സോ n is equal to 2 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് -k by r²ഉം u ഓഫ് ആർ എന്ന് പറയുന്നത് നോക്കിയറിയാം -k, താഴെ 2 - 1 വന്നു. സോ ദിസ് ഇസ് -k by r. ഓക്കെ, ഫോഴ്സ് -k by r²ഉം u ഓഫ് ആർ ഇസ് ഈക്വൽ ടു -k by r. സോ ഇവിടെ ഈ കേസിൽ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. ഇത്തരത്തിലുള്ള കുറേയധികം ഫോഴ്സുകൾ നമുക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് ദി ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇങ്ങനെയുള്ള ഫോഴ്സുകൾ, അതായത് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അത്തരത്തിലുള്ള കുറേയധികം ഫോഴ്സുകൾ നമുക്ക് ഫെമിലിയർ ആണ്. ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ ഈ പറഞ്ഞ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ് ഒബേ ചെയ്യുന്ന തരത്തിലുള്ള ഫോഴ്സുകളാണ്. ഇനി വി ആർ എക്സ്പ്ലെയിനിങ് ദിസ് ഇൻവേഴ്സ് സ്ക്വയർ law of force in detail. Okay, inverse square law of force എന്ന് പറഞ്ഞാൽ that is one of the basic laws in classical mechanics. According to this law, the force acting between two particles at a distance r is f of r is equal to -k by r². അതായത് ഏതെങ്കിലും രണ്ട് പാർട്ടിക്കിളുകൾ, സപ്പോസ് ഇത് തമ്മിൽ r ഡിസ്റ്റൻസ് അകലെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. എന്ത് തരത്തിലുള്ള പാർട്ടിക്കിളാണെന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. ഇറ്റ് മേ ബി മാസസ്, ഇറ്റ് മേ ബി ചാർജ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇങ്ങനെ രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിളുകൾക്ക് ഇടയിലുള്ള ഫോഴ്സ് അതാണ് എഫ് ഓഫ് ആർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് എഫ് ഓഫ് ആർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് സം -k ഡിവൈഡഡ് ബൈ r². അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഏതൊരു ഫോഴ്സിനെയും നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ് എന്നാണ് പറയുക. ആൻഡ് ഹിയർ k is a constant. ഓക്കെ, സോ ഇതിനെ വെക്റ്റർ ഫോമിൽ നമ്മൾ എഴുതിയാൽ ദിസ് എഫ് ഈസ് ഈക്വൽ ടു -k ഡിവൈഡഡ് ബൈ r² ഇൻറ്റു r³ എന്നുകൂടി എഴുതും വെക്റ്റർ ഫോമിലാണെങ്കിൽ. ഓക്കെ, ഇനി ഇവിടെ
ഈ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും മറ്റൊന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുമാണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് മാസസ്, സപ്പോസ് M1 M2 എന്ന് പറയുന്ന രണ്ട് മാസുകൾ r ഡിസ്റ്റൻസ് അകലിരിക്കുന്നു. ഇത് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് മാസസ് എന്നാണ് പറയുക. ദാറ്റ് ഈസ് ദ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. ഓക്കെ, സോ അതിൻ്റെ സ്ട്രെങ്ത് ചിലപ്പോൾ വളരെ കുറവാണ്, കാരണം 10⁻⁴ ഫാക്ടർ വരുന്ന കഴിയുമ്പോഴത്തേക്കും, മൈനസ് ഫാക്ടർ വന്നു കഴിയുമ്പോഴേക്കും ഫോഴ്സ് വളരെ കുറവായിരിക്കാം. പിന്നെ പക്ഷേ ഫോഴ്സ് കുറവാണെങ്കിൽ പോലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് എ നെഗറ്റീവ് ഫോഴ്സ് ഓർ ഈസ് ഓൾവേസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് <0 ആണെങ്കിൽ ഇറ്റ് ഈസ് അട്രാക്റ്റീവ്. സൈൻ കൺവെൻഷൻ അനുസരിച്ച് F<0 അട്രാക്റ്റീവും F>0 റിപ്പൾസീവ് ആയിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ F = -k/r² r എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവാണ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഫോഴ്സിൽ എന്തുണ്ടാവണം? ദർ ഷുഡ് ബി എ നെഗറ്റീവ് സൈൻ. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F എന്ന് പറയുന്നത് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സം മൈനസ്, ഈ കേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കേസിൽ ഈ K എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം Gm1 M2 ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ F എന്ന് പറയുന്നത് -Gm1 M2/r² r. Okay, so we can represent the gravitational force between two masses M1 and M2 separated by a distance r as F is equal to -Gm1 M2/r² r. ഓക്കെ, നിങ്ങൾ ഒരു പക്ഷേ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ, ഒരു മാഗ്നിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ F is equal to Gm1 M2/r² r എന്ന് എഴുതിയാലും അത് തെറ്റില്ല. ഇവിടെ ഈ നെഗറ്റീവ് സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ആൻഡ് വി യൂഷ്വലി റെപ്രസെൻറ്റ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ എ നെഗറ്റീവ് സൈൻ. ഓക്കെ, സോ F is equal to -Gm1 M2/r² r. സോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. രണ്ട് മാസുകൾ M1 M2 r ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ അത് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F is equal to -Gm1 M2/r² r ആണ്. And that is a central force, and it's again an example for an inverse square law of force. ഇനി സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് രണ്ട് ചാർജുകളാണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ സപ്പോസ് ഒരു Q1 എന്ന് പറയുന്ന ചാർജ്, ഇവിടെ ഒരു Q2 എന്ന് പറയുന്ന ഒരു ചാർജ്, ആൻഡ് ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r, and we already know that a central force is represented as -k/inverse square law of force is represented as -k/r² r. അപ്പോൾ ഈ കേസിൽ K എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി -1/4πε0 Q1 Q2 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മൈനസും കൂടെ പ്ലസ് വരും. ദാറ്റ് ഈസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r² r എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ Q1 Q2 എന്ന് പറയുന്ന ചാർജുകൾ, ഒരു ചാർജ് പോസിറ്റീവും ഒരു ചാർജ് നെഗറ്റീവും ആണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും നമുക്കറിയാം. അതായത് അൺലൈക്ക് ചാർജുകളാണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും, ലൈക്ക് ചാർജുകളാണെങ്കിൽ ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സപ്പോസ് Q1 പോസിറ്റീവും Q2 പോസിറ്റീവും ആയിക്കഴിഞ്ഞാൽ ഇവിടെ നോർമലി ഈ എക്സ്പ്രഷനിൽ എഫ് പോസിറ്റീവ് ആയിരിക്കും, Q1 പോസിറ്റീവും Q2 നെഗറ്റീവ്, അല്ലെങ്കിൽ Q1 നെഗറ്റീവ് Q2 പോസിറ്റീവ്. ഇതിലേത് കേസ് വന്നാലും ഈ എക്സ്പ്രഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എഫിൻ്റെ സൈഡ് നെഗറ്റീവ് ആയിക്കോളും. ഇനി Q1 നെഗറ്റീവ് Q2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എഗെയിൻ എഫിൻ്റെ സൈൻ പോസിറ്റീവ് ആയിക്കോളും. ഓക്കെ, സോ ഈ കേസിലും അതുപോലെ തന്നെ ഈ കേസിലും ഫോഴ്സ് പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് ലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ്
റിപ്പൾസീവ് ആയിരിക്കും. സോ ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓർ ഫോഴ്സ് വിൽ ബി പോസിറ്റീവ്. അതേസമയം അൺലൈക്ക് ചാർജുകളാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ സൈൻ ഇവിടെ നെഗറ്റീവ് ആയിക്കോളും, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അട്രാക്റ്റീവ്. ഓക്കെ, സോ we generally represent this F is equal to 1 by 4 pi epsilon 0 q1 q2 by r square into r cap, and this is again called Coulomb's law. Okay, this is the Coulomb's law. Okay, അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എഫ് ഈസ് ഈക്വൽ ടു ഹിയർ ദിസ് എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് മൈനസ് കെ ബൈ ആർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് മൈനസ് കെ ബൈ ആർ ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അബൌട്ട് ദി ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ്. നൗ ഇതിൽ ഇനി ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. And we will discuss the superposition principle in detail in the next session. Okay, thank you.